ട്രെയിൻ യാത്രക്കിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ കൊല്ലം സ്വദേശി വിഷ്ണു മോഹന് കരുനാഗപ്പള്ളി സ്പെഷ്യൽ കോടതി 3 വർഷം തടവും 5000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്രക്കിടെയായിരുന്നു സംഭവം. പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി മണിക്കുട്ടനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പൊങ്ങനാട് സ്വദേശി സിന്ധുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. തന്റെ പുരയിടത്തിലേക്കുള്ള വഴിയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതിലെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. കൊല്ലത്തെ ഏഷ്യൻ നീർപക്ഷി സർവേ നാളെ. വനം വകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ 15 കേന്ദ്രങ്ങളിൽ നാളെ ഏഷ്യൻ നീർപക്ഷി സർവേ നടക്കും. പക്ഷി നിരീക്ഷകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 15 ടീമുകളായാണ് ശാസ്താംകോട്ട, അഷ്ടമുടി, മൺട്രോ ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവരശേഖരണം നടത്തുന്നത്. പള്ളിമുക്ക്, അയത്തിൽ കണ്ടോൺമെന്റ് സെക്ഷനുകളിൽ വൈദ്യുതി മുടങ്ങും. പള്ളിമുക്ക് സെഷനിൽ തെക്കേവിള, കച്ചിക്കടവ്, ആറ്റുകാൽ പുരയിടം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയും, അയത്തിൽ സെക്ഷനിൽ മുള്ളുകാട്, കണ്ടോൺമെന്റ് സെക്ഷനിൽ തങ്കശ്ശേരി, ടെക്നോ പാർക്ക്, മുണ്ടക്കൽ എന്നിവിടങ്ങളിൽ 11 മണി മുതൽ 5 മണി വരെയുമാണ് വൈദ്യുതി മുടങ്ങുന്നത്. സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്നത്തെ സ്വർണ്ണവില പവന് 1,16,480 രൂപ, ഗ്രാമിന് 14,560 രൂപ.